ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ വിഷയം നമ്മുടെ കോളേജിന്റെ BA ഹഫ്ളുൽ ഉലമയുടെ 3rd സെമസ്റ്റർ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചർ എപ്പിസോഡ് 3 ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഇൻട്രൊഡക്ഷൻ ടു ഉലൂമുൽ ഖുർആൻ. അപ്പോൾ മിൻ സൂറത്തിൽ ആല ഇല സൂറത്തിൽ അലഖ്. ഇന്നിപ്പോ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് അതിന്റെ ഒരു മുഖവുരയാണ്. ഈ യൂണിറ്റില് സൂറത്തുൽ ആല മുതൽ സൂറത്തുൽ അലഖ് വരെയുള്ള 10 സൂറത്തുകളുടെ വിശദീകരണമാണ്. പക്ഷെ ഇന്ന് നമ്മളത് പറയുന്നില്ല, സൂറത്തിലേക്ക് കടക്കുന്നില്ല. അതിന്റെ മുഖവുരയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, അറബി ഭാഷ നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയണമെങ്കിൽ വാക്കുകൾ, അതിന്റെ അർത്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര കണ്ട് വാക്കുകൾ നമ്മൾ കൂടുതൽ പഠിക്കുന്നോ അത്രയും നമ്മൾക്ക് അത് ഉപകാരപ്പെടും എന്ന് വളരെ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ട്രിക്കില് പഠിച്ചതുകൊണ്ട് ആയില്ല. അപ്പോ വാക്കുകളുടെ അർത്ഥം പഠിക്കുക, അത് നമുക്ക് വളരെ ഉപകാരപ്പെടും. പിന്നെ എന്റെ വീഡിയോ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടങ്ങാം. ഇവിടെ ഈ യൂണിറ്റ് പഠിച്ചാൽ യസ്തതിയ താലിബു ഹിലാൽ ദിറാസത്തി ഹാദിൽ വഹദത്തി, എന്തൊക്കെയാണ് വിദ്യാർത്ഥിക്ക് കരസ്ഥമാക്കാൻ പറ്റുക ഈ യൂണിറ്റ് കൊണ്ട്. ഒന്നാമത് അയ്യത്താറഫാലാം അലാമീനി സൂരി, സൂറത്തുകളുടെ ഉള്ളടക്കം. മിൻ സൂറത്തിൽ ആയല ഇലൽ അലക്ക്, സൂറത്തുൽ ആയല മുതൽ അലക്ക് വരെയുള്ള സൂറത്തുകളുടെ ഉള്ളടക്കം പഠിക്കാൻ പറ്റും. പിന്നെ അയ്യഫമ മാനിൽ മുഫറദാത്തിൽ ജദീദ, പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കാം. അയ്യഫമ മനസ്സിലാക്കാൻ പറ്റും. മആനി അൽ മുഫറദാത്തിൽ ജദീദ അൽ വാരിദ ഫിസ്സുവരി, ആയല മുതൽ അലക്ക് വരെയുള്ള സൂറത്തുകളിലെ പുതുതായി വന്നിട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ. പിന്നെ ദിറാസത്തു തഫ്സീർ സുവരി മിനൽ ആയല ഇലൽ അലക്ക്, ആയല മുതൽ അലക്ക് വരെയുള്ള സൂറത്തുകളുടെ തഫ്സീർ, വിശദീകരണം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റും. പിന്നെ യതനാവലു ഹാദൽ ഫസ്ൽ, ഈ ലെസൺ, ഈ ചാപ്റ്റർ കൈകാര്യം ചെയ്യുന്നത് എന്താണ്? ദിറാസത്തൻ വതഹ്ലീൽ സുവരിൽ അശ്റിൽ മുബാറക മിനൽ ഖുർആനിൽ കരീം, ഖുർആനിൽ കരീമിൽ നിന്നുള്ള 10 സൂറത്തുകളുടെ വിശദീകരണം, ആ സൂറത്തുകൾ പഠിക്കലും ഒക്കെയാണ് ഈ ലെസണിൽ, ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇബ്തിദാഅൻ മിൻ സൂറത്തുൽ ആയല, സൂറത്തുൽ ആയല മുതൽ തുടക്കം. ഇബ്തിദാ എന്ന് പറഞ്ഞാൽ തുടക്കം. വന്തിഹാഅൻ ബി സൂറത്തുൽ അലഖ്, അലഖ് സൂറത്ത് കൊണ്ട് അവസാനം. അപ്പൊ ഹാദിഹി സൂർ, ഈ സൂറത്തുകള് ലിംനൽ ജുസൈ സലാസീൻ മിനൽ മുസാഫി, മുസാഫിൽ നിന്ന് 30ാമത്തെ സൂറത്ത് ജുസയിലാണ് ഈ സൂറത്തുകള് വരിക. എന്ന് പറഞ്ഞാൽ വരിക. ഹാദിഹി സൂർ, ഈ സൂറത്തുകള് ലിംനൽ ജുസൈ സലാസീൻ 30ാമത്തെ ജുസയിനുള്ളില്, മിനൽ മുസാഫി ഷരീഫ് അൽ മാറൂഫ് ബി ജുസു അമ്മ, ആ 30ാമത്തെ സൂറത്തിന്, ആ ജുസയിന് എന്താണ് പേര്? അമ്മ എന്ന ജുസ്. അല്ലദീ യതമയ്യസു ബി ഖസ്രി ആയാതിഹി വ സുഹൂലതിഹി. അപ്പൊ ഈ അമ്മ എന്ന് പറയുന്ന ഈ സൂറത്തിലുള്ള, ഈ ജുസയിലുള്ള സൂറത്തുകളൊക്കെ എന്താണ്? യതമയ്യസു ബി ഖസ്രി ആയാതിഹി, അതിന്റെ ആയത്തുകൾ വളരെ ചെറിയ ആയത്തുകളാണ്, ചുരുങ്ങിയ ദൈർഘ്യം കുറഞ്ഞ ആയത്തുകളാണ്. അൽ ബഖറ പോലത്തെ സൂറത്തുകളിലുള്ള അത്ര വലിയ ആയത്തുകളല്ല, ചെറിയ ആയത്തുകളാണ്. വസുഹൂലത്തെ ഹിഫ്ലിഹി, അത് മനപ്പാടാക്കാനും എളുപ്പമാണ്. മിമ്മ യജഅലുഹു, അങ്ങനെ ആ സൂറത്തുകള് ആയി ഖരീബൻ മിൻ ഖുലൂബിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളുടെ വളരെ
അടുത്ത് ആയി എന്ന് പറഞ്ഞാൽ വളരെ പറ്റി പിടിച്ചതായി. അലഖ്തിലാഫി ആമാരിയും അവരുടെ പ്രായ വ്യത്യാസമില്ലാതെ, മുസ്തവയാത്തിഹിം ഇൽമിയ അവരുടെ എൽമിന്റെ പിന്നെ ഏറ്റക്കുറച്ചുകൾ ഇതൊന്നും പരിഗണിക്കാതെ മുസ്ലിങ്ങളുടെ കുലൂബില് ഹൃദയങ്ങളിൽ വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഈ സൂറത്തുകൾ. ഫി ഹാദിഹി സൂവരിൽ അലീമ, ഈ അലീമായ ഈ സൂറത്തുകളിൽ തതജല്ല മആനി തൗഹീദ്, തൗഹീദിന്റെ അർത്ഥം ഇതില് വെളിവാകും. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളമത്തുൽ ഖൽഖി സുബ്ഹാനഹു, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അളമത്ത്. അളമത്ത് എന്ന് പറഞ്ഞാല് അവന്റെ ബഹുമാൻ, എന്താണ് അളമത്തിന് പറയാ? അളമത്ത് എന്ന് പറഞ്ഞാല് വളരെ അലീമാണെന്ന് പറഞ്ഞാൽ വളരെ ബഹുമാന്യമുടയവനാണ് എന്ന് പറയില്ലേ. അപ്പൊ അളമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ബഹുമാന്യത എന്ന് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. അള്ളാഹുവിന്റെ അളമത്ത് വെളിവാകും. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള അർത്ഥമാണ് തൗഹീദ്, വൺനെസ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഫാത്തിഹയിലൊക്കെ നമ്മൾ 17 പ്രാവശ്യം, ഫർദ് മാത്രം നമസ്കരിക്കുന്ന ഒരാള് ഒരു ദിവസം 17 പ്രാവശ്യം നമ്മൾ പറയുന്നു. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഇയ്യാക നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ ചോദിക്കുന്നു. അപ്പൊ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മള് പല പ്രാവശ്യം 17 പ്രാവശ്യം നമസ്കാരത്തില്, ഫർദ് നമസ്കാരത്തില് 17 പ്രാവശ്യം ഒരു ദിവസം നമ്മള് അത് പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ മനസ്സിൽ അത് ഏൽക്കുന്നില്ല. പലരും അള്ളാഹുവിനെ കൂടാതെ മറ്റ് പലരെയും വിളിച്ച് സഹായം ചോദിക്കുന്നു. അത് പാടില്ല എന്നുള്ളതും കൂടി ഈ സൂറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ അഹ്വാലുൽ ഇൻസാനി, മനുഷ്യന്റെ അവസ്ഥകള്, ഫിദ്ദുന്യാവൽ-ആഖിറ, ദുന്യാവിലെയും ആഖിറത്തിലെയും മനുഷ്യന്റെ അവസ്ഥകളും ഇതില് പ്രതിപാദിക്കുന്നുണ്ട്. കമാ തുസല്ലിത്തുല്ലാഹു അലൽ മബാദിയിൽ അസാസിയത്തിലിൽ ഈമാനി, അങ്ങനെ ഈമാനിന്റെ, അതായത് അടിസ്ഥാനപരമായ ഈമാനിന്റെ വെളിച്ചം വീശുന്നതിനോടുകൂടി, അസാസിയായ, അതായത് ഈമാനിന്റെ അടിസ്ഥാനപരമായ വെളിച്ചം വീശുന്നതിനോടുകൂടി. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാനാണ് അടിസ്ഥാനം എന്ന്, എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഈമാനാണ്. അതിനുശേഷമാണ് അമലുകള്. അപ്പൊ ആദ്യം വിശ്വാസം, പിന്നെ അമലുകള്. അപ്പൊ തുദക്കിറുൽ ഇൻസാന, ഇൻസാനെ, മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു, ബി മസ്ഊലിയാത്തിഹി, അവന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, തിജാഹ നഫ്സിഹി, അവന്റെ സ്വന്തത്തോട് എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ശരീരത്തോടുള്ള ഉത്തരവാദിത്വം ഈ സൂറത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ റബ്ബഹു, തിജാഹ നഫ്സിഹി വ റബ്ബിഹി, പിന്നെ അവന്റെ രക്ഷിതാവിനോടുള്ള ഉത്തരവാദിത്വം, മുജ്തമഇഹി, പിന്നെ അവന്റെ കമ്മ്യൂണിറ്റി, അവന്റെ സൊസൈറ്റിയോടുള്ള ഉത്തരവാദിത്വം ഈ സൂറത്തുകളിൽ അള്ളാഹു മനുഷ്യനോട് പറഞ്ഞു തരുന്നുണ്ട്. ബിൽ ഇലാദാലിക്ക, ഇതിനോട് കൂടെ, ബിൽ ഇലാദാലിക്ക, ഈ പറഞ്ഞതിനോട് കൂടെ, തതമയ്യസു ഹാദിഹി സൂറ, ഈ സൂറ വേറിട്ട് നിൽക്കും, ബി ജമാലി ബലാഗത്തിഹ വ ഖുവ്വത്തി തഅ്സീരിഹ, അതിന്റെ ബലാഗത്തിന്റെയും അതിന്റെ സ്വാധീന ശക്തിയുടെയും ജമാല് കൊണ്ട്. അതെങ്ങനെയാണ് ഇത്? തത്തദാഖലു ഫീഹ അസ്വാറുൽ ഖുർആനിയ അൽ മുബഹറ. തത്തദാഖലു എന്ന് പറഞ്ഞാല് ഇഴചേർന്ന്
നിൽക്കുന്നു. ഇഴചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അസ്വറിൽ ഖുർആനിയ, ഖുർആനിന്റെ ഒരു ആ സുവർ എന്ന് പറഞ്ഞാല് ആ ചിത്രങ്ങൾ, അൽ മുബഹറ, ഷൈനിങ്, ഷൈനിങ്, മിന്നുന്ന ഖുർആനിന്റെ ആ ചിത്രവും മാ റസായിലിൽ ഈമാനിയൽ അമീഖ, വളരെ ആഴമേറിയ ഈമാനോ ഈമാൻ ഈമാൻ വിശ്വാസപരമായ മെസ്സേജുകളോടുകൂടെ, അതായത് ഖുർആന്റെ ആ, ആ ബാഹ്യമായ ആ ചിത്രങ്ങളോടും ഖുർആനിൽ നമ്മളോട് പറയുന്ന, നമ്മൾ ഓരോ സൂറത്തിന്റെ ഓരോ ആയത്തിന്റെയും മെസ്സേജ് എന്താണെന്നും കൂടി നമ്മളോട് പറയുന്നുണ്ട് എന്നാ പറയുന്നത്. ഇത് ഇത് തത്തദാഖലു ഫീഹ സൂറൽ ഖുർആനിയൽ മുബഹറ മഅ റസായിലിൽ ഈമാനിയൽ അമീഖ മിമ്മാ യത്രുക്കു അസറൻ ബാലിഗൻ ഫീ നുഫൂസിൽ ഖുറാഇ വൽ മുസ്തമിഈൻ. അങ്ങനെ ഈ ഈ സൂറത്തുകള് ഓതുന്ന, പാരായണം ചെയ്യുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സുകളിൽ വളരെ ശക്തിയേറിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ, ഈ പറഞ്ഞ ഇതിന്റെ കീ തീംസ്, അതായത് ഈ ഇത് തത്തദാഖലു ഫീഹ സൂറൽ ഖുർആനിയൽ മുബഹറ മഅ റസായിലിൽ ഈമാനിയൽ അമീഖ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതിന് ഒരു കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂറത്തു തീനിലെ 95-ലെ, അതായത് 95-ാമത്തെ സൂറത്തിലെ 1 മുതൽ 6 വരെ, വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. എന്താണ് വത്തീനി വസ്സൈത്തൂൻ എന്ന് പറഞ്ഞാല്? തീനിനെയും, തീൻ അത്തിപ്പഴത്തെയും, ജൈത്തൂനെയും തന്നെ സത്യം. വതൂരി സീനീൻ, തൂർ എന്ന് പറഞ്ഞ പർവ്വതം, സീനീൻ പർവ്വതത്തെയും തന്നെ സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ വളരെ ആ, അമീനായ ഈ രാജ്യത്തെയും തന്നെ സത്യം. എന്താ പറയണ അള്ളാഹു ഇതിനൊക്കെ പിടിച്ച് സത്യം ചെയ്തിട്ട് ഈ പഴവർഗ്ഗങ്ങളെയും ഈ ആ, ഈ പർവ്വതത്തെയും ഈ ഈ ഈ രാജ്യത്തെയും എന്ന് പറഞ്ഞ മക്കയെയും പിടിച്ച് അള്ളാഹു സത്യം ചെയ്യാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, നാം മനുഷ്യനെ സൃഷ്ടിച്ചു ഫി അഹ്സനി തഖ്വീം, വളരെ നല്ലതായിട്ട്, വളരെ നല്ല സുന്ദരമായി നമ്മൾ നല്ല നിലയ്ക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നെ എന്ത് ചെയ്തു? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അവനെ നാം വളരെ താഴ്ന്ന നിലയിലേക്ക് അവനെ തട്ടിവിട്ടു. അപ്പോ മനുഷ്യന്റെ ജീവിത നിലവാരം നല്ല നിലവാരാണെങ്കിൽ അവനെ അള്ളാഹു ഉയർത്തും. അതാണ് ഇവിടെ പറഞ്ഞത്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ആ വിശ്വസിച്ചവരും നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയും ഒഴികെ. അപ്പൊ ഈ അസ്ഫല് സാഫിലിൻ, താഴ്ത്തട്ടിലേക്ക് തട്ടിവിടുന്നത് ആരിനെയാണ്? ഇവരെ തട്ടിവിടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരെ അള്ളാഹു ഒരിക്കലും ഈ താഴ്ത്തട്ടിലേക്ക് തട്ടിവിടില്ല, അല്ലാത്തവരെയാണ് തട്ടിവിടുക. അപ്പൊ മനുഷ്യനെ നല്ല നിലക്കാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. പിന്നെ അവനിങ്ങനൊക്കെ ആകുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് അവന് നല്ലതിലേക്ക്, അതായത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അവൻ പോകുന്നു എന്നുള്ള ഒരു വിവക്ഷയാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഇപ്പോ ആദ്യം ഈ ഈ നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? ഇപ്പൊ ഇവിടെ റസായിൽ ഈമാനിയൽ അമീഖ എന്ന് പറഞ്ഞില്ലേ, നമുക്ക് തരുന്ന മെസ്സേജ്, ഈ ഈ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് തരുന്ന മെസ്സേജ്, നമ്മള് നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് നമ്മൾ നമ്മൾ ഒരിക്കലും താഴോട്ട് പോകരുത് എന്നുള്ള മെസ്സേജാണ്. അതുപോലെ ഇവിടെ ഈ രണ്ടാമത്തെ അൽ ഖാരിയ എന്ന സൂറത്തില് ദ സ്ട്രൈക്കിംഗ് കലാമിറ്റി, ഇതിലെ പറയുന്നത് എന്താ? യൗമയകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂഷ്.
അമ്മാമൻ സഖലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അപ്പൊ ഇവിടെ ഒരു ഒരു സൂറത്ത്, ഒരു ഒരു പിക്ചർ ഇവിടെ കൊടുക്കുകയാണ് ഖിയാമത്ത് നാളിന്റെ. യൗമ യകൂനുന്നാസു, ജനങ്ങൾ ആകുന്ന ദിവസം, കൽ ഫറാശിൽ മബ്സൂസ്, അതായത് ഷഡ്പദങ്ങൾ, ഈ ഈ ചെറിയ ആ, ആ, പിന്നെ ഇൻസെക്ട്സ്, ഇങ്ങനെ പറക്കുന്ന ഇൻസെക്ട്സ് ആകുന്ന ദിവസം എന്ന് പറഞ്ഞാല് ഇത് ബാസ്, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ, മനുഷ്യരൊക്കെ ഒരു ഒരു ഈ ഫറാസിൽ മബസൂസ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോ തെക്കൂനിൽ ജിബാലു, അങ്ങനെ പർവ്വതങ്ങളാകും കൽ എഹ്നിൽ മംഫൂസ്, ഇങ്ങനെ ധൂളി ധൂളിയായി എന്ന് പറഞ്ഞാൽ പൊടി പൊടിയായിട്ട്. അപ്പൊ അത് ആ ഖിയാമത്ത് നാളിന്റെ ഒരു പിക്ചർ നമുക്ക് തരികയാണ്. എന്നിട്ട് പിന്നെന്താ പറയണ, അമ്മാമൻ സക്കലത്ത് മവാസീനുഹു, അവന്റെ മവാസീൻ എന്ന് പറഞ്ഞാല് അവന്റെ തൂക്കം, സക്കലത്ത് അധികരിച്ചാൽ, ആരുടെയെങ്കിലും തൂക്കം എന്ന് പറഞ്ഞാൽ ആ നന്മ തിന്മകൾ തൂക്കുന്ന ത്ലാസിലെ നന്മകളുടെ തട്ട് അധികമായാൽ, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ വളരെ തൃപ്തികരമായ ഒരു നിലക്കാണ്, ജീവിതത്തിലാണ്. അമ്മാമൻ ഹഫത്ത് മവാസീനുഹു, അവന്റെ മവാസീന് ഹഫത്ത് താഴെ പോയാല്, ഉമ്മുഹു ഹാവിയ, അവൻ നരകത്തിലാണ്. അപ്പൊ ഇത്, അപ്പൊ ആദ്യം ഈ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഒരു പിക്ചർ നമുക്ക് തന്നു. പിന്നെ ഈ ഈ നമ്മുടെ നന്മതിന്മകളനുസരിച്ച് അതിന്റെ തൂക്കത്തിനനുസരിച്ച് നമ്മൾ നരകത്തിലോ സ്വർഗത്തിലോ പോകുമെന്നുള്ള ആ ഒരു ഈമാനിയായ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഹജ്ജില് യാ അയ്യുഹന്നാസ് ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ മിനൽ ബഅസി, ബഅസിനെ തൊട്ട് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ. ബഅസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർത്തെഴുന്നേൽക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഖിയാമത്ത് നാളാവുമ്പോൾ നമ്മളെല്ലാവരും പുനർജീവിച്ച് അള്ളാഹുവിന്റെ മഹ്ശറയിലേക്ക് പോകുന്നതിനാണ് ബഅസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഅസിനെ കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അള്ളാഹു നമ്മളോടൊരു പിക്ചർ, ഒരു ഇത് പറയാണ്. ഫഇന്നാ ഖലഖനാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചത് മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ അതൊരു ഇന്ദ്രിയത്തുള്ളിയായി അതിൽ നിന്ന്. അതോ മണ്ണിൽ നിന്നാണെന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്നുള്ള ആ ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ ഭക്ഷിച്ച് അത് ഇന്ദ്രിയത്തുള്ളിയായി, പിന്നെ അത് അതിന്റെ പല സ്റ്റേജുകൾ, മറാഹില് മുഖ്തലിഫ ആണ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പല സ്റ്റേജുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ നിങ്ങളെ നാം സൃഷ്ടിക്കുന്നു. നിങ്ങള് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നു. നിങ്ങൾ വളരെയധികം കാലം ജീവിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? വതറൽ അർള ഹാമിദത്തൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅൻബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. അപ്പോ പിന്നെ മഴ കണ്ട് കിട്ടിയാൽ ഭൂമി എന്താവും? അങ്ങനെ വളരെ ഇതായിട്ട് അതിൽ നിന്ന് പുല്ല്, പുല്ല്, ചെടികള്, പിന്നെ ബുഷസ്, ഇതൊക്കെ പൊട്ടി മുളച്ച് വരുന്നു. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഈ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള ഒരു കാര്യത്തിന് അള്ളാഹുവിന് അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യം അല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതുകൊണ്ട്. അപ്പൊ ആദ്യം ബഅസിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മുടെ ജനനത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജനനം, നിങ്ങളെ നാം സൃഷ്ടിച്ചത്. എനിക്ക് നിങ്ങളെ
പുനർജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല എന്ന് ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഇപ്പൊ ഈ രണ്ട് ഇതിലും നിങ്ങൾക്ക് അത് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കുക. അപ്പോ ഫി ഹാദൽ ഫസ്ലി, ഈ ചാപ്റ്ററിൽ നമ്മള് നമ്മൾ പരിശ്രമിക്കും ലിസ്തയാറാവുതിൽ മഹാവർ റഹീസിയ, പ്രധാനപ്പെട്ട അതിന്റെ തീംസ് നമ്മൾ പ്രദർശിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. കുല്ലി സൂറത്തിൻ മിൻ ഹാദിഹി സൂവരി, ഈ സൂറത്തുകളിൽ നിന്ന് എല്ലാ സൂറത്തിനും ഒരു മെസ്സേജ് ഉണ്ട്. എല്ലാ സൂറത്തിനും ഒരു പുതിയ ഒരു മെയിൻ തീം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അബർസിൽ മൗളൂഅത്തില്ലത്തി തനാവലത്തുഹ, പിന്നെ ദുറൂസിൽ മുസ്തഫാത്തി മിൻഹ, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാഠങ്ങൾ വിവരിക്കും. അതായത് എന്ത് പാടാണ് നമ്മൾ ഓരോ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്ന് നമ്മൾ അതിന്റെ വിവരണം ഉണ്ടാവും. പിന്നെ റബ്തിഹ, അങ്ങനെ അതിനെ ബന്ധിപ്പിക്കും ബി ഹയാത്തിൽ മുസ്ലിമിൽ യൗമിയ, ഇന്നത്തെ മുസ്ലിമിന്റെ ജീവിതവുമായിട്ട് അതിനൊക്കെ ബന്ധിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഒന്ന് മുഹാവറ റസ്മിയ എന്ന് പറഞ്ഞാല് കീ തീംസ് നമ്മൾ ഇതില് പറയുന്നുണ്ട് എല്ലാ സൂറത്തിനും. പിന്നെ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന മെസ്സേജുകളെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ കീ തീംസിനെ, ആ മെസ്സേജുകളും ഒക്കെ മനുഷ്യന്റെ ഇന്നത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ സൂറത്തുകളിൽ ചെയ്യുന്നത്. നമുക്ക് കീ തീംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തൗഹീദുല്ലാഹി വ തൻസീഹുഹു, തൗഹീദുല്ല, അള്ളാഹുവിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാല് ഇപ്പോ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിവായിരിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ, ആ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞാൽ ഖുൽ, തങ്ങൾ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്. അപ്പൊ ഈ ഏകത്വം, അള്ളാഹുവിന്റെ ഏകത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഉപകാരം ചെയ്യുവാനും ഉപദ്രവം ചെയ്യാനും അറിയാത്ത, പറ്റാത്ത, സാധിക്കാത്ത മറ്റ് അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഒന്നും നമ്മൾ ആരാധിക്കുവാനോ പൂജിക്കുവാനോ അവരോട്, മരിച്ചുപോയവരോട് സഹായം ചോദിക്കാനോ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ്, ഒരു കീ തീം ഈ സൂറത്തുകളിലൊക്കെ നമ്മളോട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ തദ്കീറും ബിൻ നിഅമില്ലാഹി വ ഖുദ്റത്തിഹി, അള്ളാഹുവിന്റെ നിയമത്തുകളെ കൊണ്ടും അവന്റെ കഴിവുകളെയും നമ്മളോട് പറയാ, ഓർമ്മിപ്പിക്കുക. തദ്കീർ എന്ന് പറഞ്ഞാല് ഓർമ്മിപ്പിക്കുക. ബിത്ത് നിഅമില്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും ഖുദ്റത്തിഹി, അവന്റെ ശക്തിയെയും. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു വളരെയധികം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിന്ന് ഭൂമിയില് വളരെയധികം സന്തോഷവാന്മാരായി, വളരെ അതായത് വേണ്ട ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ ജീവിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അത് കിട്ടാത്ത പല ആളുകളും ഉണ്ട്. അവരെക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പൊ അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഖുദ്റത്തി, അവന്റെ കഴിവ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സൂറത്തുകളില്. പിന്നെ മുശാഹിദ് യൗമുൽ ഖിയാമ, അതായത് അന്ത്യദിനത്തെ കുറിച്ചുള്ള ഒരു പിക്ചർ ഉണ്ട്. അന്ത്യദിനത്തിന്റെ ഒരു മുശാഹിദ്, ഒരു സീന് ഈ സൂറത്തുകളിലുണ്ട്. പിന്നെ ജസാഉൽ മുഅ്മിനീന വത്താഗാത്ത്,
മുഅ്മിനീങ്ങൾക്കും അക്രമികൾക്കും ഉള്ള പ്രതിഫലം. ജസാ എന്ന് പറഞ്ഞാല് പ്രതിഫലം. അൽ മുഅ്മിനീൻ വത്തഗാത്ത്. പിന്നെ അഹമ്മിയത്തുൽ ഈമാനി വൽ അമലി സ്വാലിഹി. അഹമ്മിയത്തുൽ ഈമാനി വിശ്വാസം, ഈമാനിന്റെ ഇമ്പോർട്ടൻസ്, വൽ അമലി സ്വാലിഹി സൽപ്രവർത്തനങ്ങളുടെയും. അപ്പൊ ഈമാൻ ആദ്യം വേണം, പിന്നെ അമലു സ്വാലിഹ്. അപ്പൊ ഈമാന്റെയും അമലു സ്വാലിഹിന്റെയും ഇമ്പോർട്ടൻസ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹസ്സുൻ അലൽ ഇഹ്സാനി, ഇഹ്സാൻ ചെയ്യ, അതിന്റെ മേൽ പ്രേരിപ്പിക്കുന്നുണ്ട്. ഹസ്സ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. അലൽ ഇഹ്സാനി ഇലൽ മുഹ്താജിൻ, ആവശ്യക്കാർക്ക്. അപ്പോ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നർത്ഥം. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാനും ഈ സൂറത്തുകളിൽ ഒരു പ്രേരണ ഉണ്ട്. പിന്നെ അഹമ്മിയത്തുൽ എൽമി, അറിവ് സമ്പാദിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അറിവ് സമ്പാദിക്കലിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഖുലുഖുൽ ഇൻസാനി, മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കീ തീംസ്. അപ്പൊ തൗഹീദുല്ലാഹി വ തൻസീഹ്, തദ്കീറും ബി നിഅമത്തില്ലാഹി വ ഖുദ്റതിഹി, മുശാഹദ യൗമൽ ഖിയാമ, പിന്നെ ജസാഉൽ മുഅ്മിനീന വത്തഗാത്ത്, പിന്നെ അഹമ്മിയത്തുൽ ഈമാനി വൽ അമലി സ്വാലിഹ്, ഹസൻ അലൽ ഇഹ്സാനി ഇലൽ മുഹ്താജിൻ, അഹമ്മിയത്തുൽ ഇൽമ, ഖുലുഖുൽ ഇൻസാനി. അപ്പൊ ഇതൊക്കെയാണ് കീ തീംസ്. അപ്പോ ഇത് അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ചെറിയ ഒരു എപ്പിസോഡാണ്. അപ്പൊ അതിനുശേഷം അടുത്തത് സൂറത്തുൽ ബലദ് എടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.